റീസെന്റ് ആയിട്ട് കേരളത്തിൽ നടന്ന വളരെ പ്രധാനപ്പെട്ടതും എന്നാൽ ഒരുപോലുള്ളതുമായിട്ടുള്ള 2 ഇൻസിഡന്റ്സിനെ പറ്റി പറയാനാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം പാലക്കാട് വെച്ചൊരു കരോൾ സംഘത്തെ BJP പ്രവർത്തകർ ആക്രമിച്ചു എന്ന് പറയുന്ന ഒരു വീഡിയോ വളരെയധികം വൈറലാവുകയും അത് ഇവിടുത്തെ വാർത്താ മാധ്യമങ്ങളും അതുപോലെ സോഷ്യൽ മീഡിയയിലെ കമ്മികളും വളരെയധികം ആഘോഷിക്കുകയും ചെയ്തിരുന്നു. ബട്ട് കോക്കനട്ട് ഈസ് ദിസ് എന്ന് വിചാരിച്ച് എന്താണ് സത്യം എന്നറിയാനായിട്ട് അന്വേഷിച്ച് ചെന്നപ്പോഴാണ് പതിവ് പോലെ ഇത്തവണയും തെറ്റിയില്ല കമ്മികളുടെ പതിവ് ഡ്രാമ. ആക്ച്വലി ആ കരോൾ സംഘവുമായിട്ട് പാലക്കാട് രൂപതയ്ക്കോ അവിടുത്തെ ക്രിസ്ത്യൻസിനോ അവിടുത്തെ പള്ളികൾക്കോ ഒന്നും യാതൊരു ബന്ധമില്ല എന്നുള്ളതാണ് സത്യം. പള്ളിക്കാരുമല്ല, പാലക്കാട് രൂപതയിൽപ്പെട്ട പള്ളികളിൽ നിന്നും അല്ല ഇത് പോയിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ ആയിരുന്നു എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയത്. പിന്നെ ഈ കരോൾ സംഘം എവിടെ നിന്ന് വന്നു എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആ വൈറൽ വീഡിയോ ശ്രദ്ധിച്ചു നോക്കിയാൽ അത് കണ്ടവർക്കറിയാം. ആ വീഡിയോയിൽ കാണുന്ന ഒരു ഡ്രം ആ ആക്രമണത്തിനിടയിൽ ഏകദേശം പൊട്ടിത്തകർന്ന രൂപത്തിലാണ്. ആ ഡ്രമ്മിന്റെ സൈഡിൽ CPM എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് സഖാക്കളെ, കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി ഇത്രയും വലിയ ഡ്രാമ കളിക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞത് ആ ഡ്രമ്മിലെ പേരെങ്കിലും ഒന്ന് മാറ്റി എഴുതാമായിരുന്നു. ഇനി ഇങ്ങനത്തെ തേർഡ് റേറ്റ് പരിപാടിയായിട്ട് ഇറങ്ങുമ്പോൾ വാടകയ്ക്ക് എടുക്കുന്ന ഡ്രമ്മായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. പക്ഷെ ഇത് തമാശയ്ക്ക് എടുക്കേണ്ട ഒരു കാര്യമല്ല. കേരളത്തിൽ പലയിടങ്ങളിലും ഇതുപോലെ BJPക്ക് ശക്തിയുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ BJPയുടെ വാർഡ് മെമ്പർമാരുള്ള വാർഡുകളിൽ ഇതുപോലുള്ള ചില സംഘങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. പള്ളിയോ പള്ളിക്കാരോ ആയിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത, എന്നാൽ CPM കഞ്ചാവ് കൊടുത്ത് വളർത്തിയ പിള്ളേര് സെറ്റ് ഇതുപോലുള്ള പലയിടങ്ങളിലും ചെന്നിട്ട് പല വീടുകളും കയറി കരോൾ സംഘം എന്നുള്ള പേരിൽ 100, 200, 300 രൂപയൊക്കെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ഭീഷണിപ്പെടുത്തി വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇതിനെ ചോദ്യം ചെയ്യാൻ നാട്ടുകാർ ചെന്നപ്പോഴാണ് അത് BJPയും കരോൾ സംഘവുമായിട്ടുള്ള സംഘർഷമായിട്ട് ഇവർ ചിത്രീകരിച്ചത്. ഇന്ന് രാവിലെ വന്ന വളരെ ജെനുവൻ ആയിട്ടുള്ള മറ്റൊരു വാർത്ത നോക്കാം. ആലപ്പുഴ ചാരുമൂട് ഭാഗത്ത് കരോൾ സംഘത്തിന് നേരെ DYFI നേതാവായിട്ടുള്ള ശരത് ലാലിന്റെ നേതൃത്വത്തിൽ DYFI പ്രവർത്തകർ ഇന്നലെ അഴിച്ചുവിട്ട ആക്രമണമാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത്. 4, 7 വയസ്സുള്ള കുട്ടികളെയും സ്ത്രീകളെയും അടക്കമുള്ള കരോൾ സംഘത്തെ ഇവർ കമ്പിയും അതുപോലെ തന്നെ വടികളും ഒക്കെ ഉപയോഗിച്ചാണ് ആക്രമിക്കുന്നത്. പതിവ് പോലെ ഇതിന് പാർട്ടിയായിട്ട് ബന്ധമില്ലെന്ന് ഏതെങ്കിലുമൊക്കെ ക്ലബ്ബുകാർ തമ്മിലുള്ള അടിയാണെന്നും പറഞ്ഞ് ഉറപ്പായിട്ട് ഈ വീഡിയോയുടെ അടിയിലും കമന്റ് ഇടാനായിട്ട് ന്യായീകരണ കമ്മികളുണ്ടാവും. കേരളത്തിൽ കിടന്ന് എന്ത് തോന്നിയാസം കാണിച്ചതിന് ശേഷം ഇതിന്റെ അടിയിൽ ഭ്രൂണത്തിൽ ശൂലം കുത്തിയ കഥയും പറഞ്ഞുകൊണ്ട് ചില വടക്ക് നോക്കിയ യന്ത്രങ്ങൾ വന്ന് കുരയ്ക്കും. അവരെയും നിങ്ങൾക്ക് ഈ കമന്റ് ബോക്സിൽ പ്രതീക്ഷിക്കാം.